അളിയ എന്താ വിളിച്ചേ? അളിയന് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഭയങ്കര ടൈറ്റാണ്. ഇപ്പം ഒരു 50,000 രൂപയുടെ ആവശ്യം ഇന്നുണ്ട്. ഞാൻ പല സോഴ്സ് നോക്കി, പറ്റാത്തതുകൊണ്ടാണ് അളിയൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അളിയനതൊന്ന് അളിയ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അച്ഛൻ്റെ മരണത്തോടുകൂടി വീട്ടിലെ എല്ലാ കാര്യങ്ങളും അളിയനി അച്ഛൻ്റെ ഒത്തൊക്കെ കാര്യമൊക്കെ പറയല്ലേ. ഈ സഞ്ചയനത്തിനെ ട്രിപ്പ് ഓടിയത് എൻ്റെ വണ്ടിയില്ലേ, എനിക്കറിയാം. അളിയൻ്റെ പെങ്ങളുടെ കാര്യം, വിളി കാല് വയ്യാത്ത അവിടെ ഞാൻ കെട്ടിയത്. എത്ര പെണ്ണുങ്ങൾ എൻ്റെ പുറകെ വന്നതെന്നറിയാം. പിന്നെ ഒരു വലിയ കുടുംബമാണ്, തേങ്ങയാണ് മാങ്ങയാണെന്നും പറഞ്ഞാണ് ഞാൻ കെട്ടിയത്. എന്നിട്ട് സ്ത്രീധനമെന്ന് പറഞ്ഞ് തന്നത് ബിൽഡിങ് ഉറക്കാത്ത ഒരു 2 ഏക്കർ സ്ഥലം. അപ്പം അളിയൻ പറയും ഞാൻ ഇപ്പം അതിനകത്തല്ലേ മറ്റേ എൻ്റെ കടയും കോപ്പുമൊക്കെ വെച്ചേക്കുന്നത്. അത് ഞാൻ അത്രയ്ക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലയാ. പിന്നെ അളിയൻ്റെ പെങ്ങൾ, ആ ചട്ടുകാലിയൊക്കെ വേറെ ആര് കെട്ടാനറിയാ. അപ്പം അളിയൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. അളിയൻ്റെ വെഡ്ഡിങ് റിങ് ഇവിടെ പോയി പണയത്തിൽ ആയിരുന്നു, അതെങ്കിലും വിറ്റ് മേടിക്കാൻ. അളിയ അങ്ങനെ പറയാൻ പറ്റില്ല. അളിയൻ്റെ മറ്റേ ആ ചെയ്തൊക്കെ സ്കൂട്ടർ ഇപ്പോഴും ഉണ്ടാവും. വിൻറ്റേജ് വണ്ടിക്കൊക്കെ നല്ല മാർക്കറ്റാണ്. നമുക്ക് അത് വിറ്റ് പെട്ടെന്ന് ഞാൻ ഡീലറെ സെറ്റാക്കാം. അളിയ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് ആകെ ഉള്ളത് ആ വണ്ടിയാണ്. അച്ഛൻ്റെ വണ്ടി കിണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്ന് നടക്കുമോ? എൻ്റെ ഒരു കൂട്ടുകാരനെ ഈ വിൻറ്റേജ് വണ്ടി ഭയങ്കര കാര്യമാണ്, താല്പര്യം. അവൻ പറയുന്ന വില കൊടുത്ത് എടുക്കും. ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ? വേറെ വഴി അളിയ എന്താന്ന് വെച്ചാൽ നോക്ക്. പിന്നെ ഞാൻ അളിയനെ വെയിറ്റ് ചെയ്തിരുന്ന് ഇവിടെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചേ, കുറച്ച് ബില്ലായി. അളിയ ഒന്ന് സെറ്റിൽ ചെയ്തേക്കണേ. അവൾക്ക് സുഖമല്ലേ? അവൾ സുഖമായിട്ടിരിക്കണമെങ്കിൽ അളിയൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കും.